രാവിലെ ഡോർ കൊച്ചിൻ്റെ അടുത്ത് ചെന്ന് അവളുടെ മുഖം കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. എന്തു പറ്റി മോളേന്ന് ഞാൻ ചോദിച്ചപ്പോൾ ദയനീയമായിട്ട് എൻ്റെ കയ്യിൽ തല വെച്ചു. പാവം. മുഖത്തിൻ്റെ ഇടതുവശത്ത് കണ്ണിലും കവിളിലുമായിട്ട് നല്ല രീതിയിൽ നീര് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇരുന്ന എൻ്റെ കൊച്ച ദേ ഇപ്പോൾ ഇങ്ങനെയായി. നേരെ അടുക്കളയിൽ പോയി ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചു, ഉപ്പിട്ടു, തിളപ്പിക്കാൻ വെച്ചു. ഉപ്പുവെള്ളം നന്നായി വെട്ടി തിളയ്ക്കുന്നത് വരെ ഞാൻ വെച്ചു. ഇൻഫെക്ഷൻ ഉണ്ടാവാതിരിക്കാൻ ഏറ്റവും നല്ലതാണ്. ഇനി അത് ചെറുതായി തണുത്ത ശേഷം അവളുടെ മുഖത്ത് അപ്ലൈ ചെയ്യാൻ പോവാണ്. കൊച്ചു വിളിച്ചപ്പോഴേ കൂട്ടിൽ നിന്ന് ഓടി ഇറങ്ങി വന്ന് ഒരു ചെറിയ പഞ്ഞി എടുത്ത് ആ വെള്ളത്തിൽ മുക്കി ഞാൻ പതിയെ അവളുടെ മുഖത്ത് ഇട്ട് കൊടുക്കാൻ പോവാണ്. ആദ്യം പാത്രവും വെള്ളവും പഞ്ഞിയൊക്കെ കണ്ടപ്പോൾ കൊച്ച് കൗതുകത്തോടെ നോക്കിയെങ്കിലും പിന്നെ അനുസരണയോടെ ഇരുന്ന് വന്നു. തലേ ദിവസം ഡോറയെ അച്ഛൻ കൂടിന് പുറത്തിറക്കിയപ്പോൾ കടന്നൽ പോലെ എന്തോ ഒരു പ്രാണി കുത്തിയതാണെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞു. അടുത്തതായി കുറച്ച് ഐസ് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഐസ് വെച്ച് കൊടുത്തപ്പോഴും എൻ്റെ ഡോറ കൊച്ച് നല്ല അനുസരണയോടെ നിന്ന് തന്നു. ഐസ് വെക്കുമ്പോൾ നാക്ക് പുറത്തേക്കിടുന്നത് കാണാം. വേറൊന്നിനും വേണ്ടിയിട്ടല്ല, അവൾക്ക് ഐസ് കഴിക്കാൻ വേണം, അതിനാണ്. എൻ്റെ കയ്യിൽ നിന്ന് ഓരോ ഐസായി വാങ്ങി കഴിക്കുകയാണ്. അച്ഛൻ സുഹൃത്തായ ഒരു വെറ്റിനറി ഡോക്ടറിനോട് ഈ കാര്യം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞതും നീര് കുറയാൻ വേണ്ടിയിട്ട് ഐസ് വെക്കാനാണ്. ഭക്ഷണം കഴിക്കാതിരിക്കുകയോ തളർച്ചയുണ്ടെങ്കിലോ അല്ലെങ്കിൽ 2 ദിവസമായിട്ടും നീർക്കെട്ട് മാറിയില്ല എന്നുണ്ടെങ്കിൽ ഡോക്ടറിനെ വന്ന് കാണാൻ പറഞ്ഞു.